നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെയും രാത്രി വൈകിയപ്പോൾ നമ്മൾ കേട്ട പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, ഒരു പെൺകുട്ടി കൂടി ഗാർഹിക പീഡനത്തിന്റെ അല്ലെങ്കിൽ ഭർത്തൃപീഡനത്തിന്റെ ഇരയായി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലത്ത് തന്നെയുള്ള മറ്റൊരു പെൺകുട്ടി തൻ്റെ കുട്ടിയെയും കൂട്ടി ജീവൻ അവസാനിപ്പിച്ചതിൻ്റെ ചൂട് മാറും മുമ്പേ, ആ വിവാദങ്ങൾ ഉണങ്ങും മുമ്പേ, അവരുടെ ദുഃഖം അണയും മുമ്പെയാണ് വീണ്ടും അതേ സമാനമായ രീതിയിൽ വീണ്ടും ഒരു പ്രശ്നം കൂടി ഉണ്ടായിരിക്കുന്നു. നോക്കൂ, കേരളത്തിൽ വലിയ രീതിയിൽ പുരോഗമനമുണ്ടായി. കേരളത്തിലെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഫിനാൻഷ്യൽ ഫ്രീഡവും ഒക്കെ നേടി എന്ന് സ്ത്രീകൾ അഭിമാനിക്കുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതെന്നുള്ളത് ചിന്തിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. എവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് മാനസികാരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് കാര്യത്തിലും രണ്ട് മരണങ്ങൾ ഉണ്ടായപ്പോഴും ദീർഘകാലമായി ഈ പെൺകുട്ടികൾ രണ്ടുപേരും ഇത്രയധികം പ്രശ്നങ്ങൾ സഹിച്ച് ഈ ബന്ധങ്ങളിൽ തുടരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെക്കുറെ രണ്ട് വീട്ടുകാർക്കും എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ അടക്കമുള്ളവർ ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്താത്തത്? മരണപ്പെട്ട ശേഷം പരസ്പരം ചെളിവാരി എറിഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ പെൺകുട്ടികൾക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടുന്ന് വിട്ടുവന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയോടെ നിലനിൽക്കാൻ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കാത്തത്? ഇനി അഥവാ അത്തരമൊരു ആത്മധൈര്യം അവർക്ക് പകർന്നു നൽകാത്തത്? ഇവിടെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഇന്നലെ മരിച്ച പെൺകുട്ടി, രണ്ട് പെൺകുട്ടികളാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്, അതിലൊരു കുട്ടി കൂടിയുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മരിച്ച അതുല്യ എന്ന പെൺകുട്ടിയും വിഭജിക എന്ന പെൺകുട്ടിയും, രണ്ട് പെൺകുട്ടികളാണ് കഴിഞ്ഞിടയ്ക്ക് മരണപ്പെട്ടത്. അതിൽ വിഭജിക എന്ന പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും അറിവുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മരണപ്പെട്ട ഉടനെ കസേര ഉയർത്തിക്കൊണ്ട് ഭർത്താവ് മകളെ അടിക്കാൻ വരുന്ന വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ അവർ പങ്കുവെക്കുകയും വാർത്താ ചാനലുകൾക്ക് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയധികം പ്രശ്നം ഒരു വീടിനകത്തുണ്ടാകുമ്പോഴും ആ കസേരയുമായി അയാൾ നിൽക്കുന്ന രംഗം കണ്ടിട്ട് പോലും തൻ്റെ മകളെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ആത്മധൈര്യം പകരാൻ ഈ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരിക്കലും അതുല്യ എന്ന പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പമല്ല ഞാൻ എന്ന് പറയാനാണ് ഈ വാർത്ത ഇപ്പോൾ ചെയ്യുന്നത്. സ്വന്തം മകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അതും ഷാർജയിൽ തന്നെ സ്വന്തം സഹോദരി ഉള്ളപ്പോൾ, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ സുരക്ഷ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ വേറെ ഏതെങ്കിലും രീതിയിൽ റീഹാബിലിറ്റ് ചെയ്യാൻ, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ മറ്റെവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കാൻ അല്ലെങ്കിൽ വിവാഹമോചിതയാക്കി കൊണ്ടുപോരാൻ ശ്രമം നടത്താതിരുന്നത്? എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന, വീട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും ദൃശ്യങ്ങൾ സഹിതം എത്തിച്ചു കൊടുക്കുന്ന മകൾക്ക് സുരക്ഷയൊരുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? എവിടെയാണ് നമ്മുടെ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ പരാജയപ്പെട്ടു പോകുന്നത്? ഇപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചതുകൊണ്ടോ, അതിന് കാരണക്കാരായ ആ പുരുഷന്മാരെ ജയിലിലടച്ചതുകൊണ്ടോ എന്തെങ്കിലും ഫലം ഉണ്ടാകുന്നുണ്ടോ? സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ വേദന മനസ്സിലാകാഞ്ഞിട്ടല്ല, ഇനിയും ഒരു മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ, ഇനിയും മാതാപിതാക്കൾക്ക് തലയ്ക്ക് വെളിച്ചം വീഴാനാണ് ഈ വാർത്ത ഞാൻ ചെയ്യുന്നത്. തൻ്റെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ സാരമില്ല, ക്ഷമിച്ചും സഹിച്ചും നിൽക്കൂ, ഭർത്താവിനെ നിലനിർത്തൂ എന്ന് പറയുന്ന ആ മാനസികാവസ്ഥയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാനോ അതിനെ അംഗീകരിക്കാനോ എനിക്ക് കഴിയില്ല. അവിടെ സ്വന്തം മകളെ കസേര ഉയർത്തിയെടുത്ത് അടിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മകളുടെ ജീവിതം സുരക്ഷിതമല്ല, തൻ്റെ മകൾ കൊല്ലപ്പെടുമെന്ന ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? നഷ്ടപ്പെട്ടു പോകുന്ന പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അലിമണിയായി കിട്ടാവുന്ന പണത്തെക്കുറിച്ചോ ആകുലപ്പെടാതെ തൻ്റെ മക്കൾ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ മക്കളോടൊപ്പം ചേർന്ന് നിൽക്കാനും മക്കളെ ചേർത്ത് നിർത്തി ജീവിപ്പിക്കാനും കഴിയാതെ വരുന്ന മാതാപിതാക്കൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ഇത്തരം ചില മാതാപിതാക്കൾ നൽകുന്ന അല്ലെങ്കിൽ ഇത്തരം ചില മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മരണപ്പെടേണ്ടി വരുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസമുള്ള, ജോലിക്ക് പര്യാപ്തരായ, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന പെൺകുട്ടികൾക്ക്
അവിടെ നിന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇറങ്ങി വന്ന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആത്മധൈര്യം പകരാൻ മാതാപിതാക്കൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ 10 വയസ്സുള്ള പെൺകുട്ടിക്ക് വേണ്ടിയാണ് മരുമകനോടൊപ്പം മകൾ തുടർന്നത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഭാവി തന്നെ അപകടത്തിലാക്കുകയായിരുന്നില്ലേ എന്ന് സംശയവും കൂടിയുണ്ട്. പരസ്പരം തമ്മിത്തല്ലുന്ന, പരസ്പരം അടിയും ഇടിയും വഴക്കമുണ്ടാക്കുന്ന മാതാപിതാക്കളുടെ മകൾ എങ്ങനെയാണ് ഒരാളുടെ കീഴിലോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ട് സുരക്ഷിതമാവുന്നത്? ആ മാനസികാവസ്ഥയെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഒരു മാതാപിതാക്കളും അത്തരം തൻ്റെ കൊച്ചുമകളോ മകളോ സുരക്ഷിതരായിരിക്കുമെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. ഇവിടെ നെഞ്ചത്തടിച്ചോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ചെയ്യേണ്ട സമയത്ത്, നോക്കേണ്ട സമയത്ത് കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മകൾ മരണപ്പെട്ടത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ്. ആ കാര്യത്തിലൊരു സംശയമില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരിക്ക് പോലും തൻ്റെ സഹോദരിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദര ബന്ധത്തിന് പോലും എന്തു പ്രസക്തിയാണെന്നുള്ളത്. ഭർത്താവിനെ നിലനിർത്താൻ ഏതടിയും കൊണ്ട് അവിടെ തുടരുമെന്ന് പറയുന്ന സഹോദരിമാരും അവിടെ ഏത് പ്രശ്നമുണ്ടായാലും പിടിച്ചു നിൽക്കണമെന്ന് പറയുന്ന അച്ഛനമ്മമാരും ഒക്കെ നൽകുന്ന സന്ദേശം സ്വാർത്ഥതയുടെ തന്നെയാണ്. അവർക്ക് റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ അല്പനേരമെങ്കിലും അവരോടൊത്ത് നിൽക്കാൻ അവരെ മാതാപിതാക്കൾ ഭാരം എന്ന രീതിയിൽ മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടുകയും തൻ്റെ ഭാരം ഒഴിവാക്കി വിടുന്നു എന്ന രീതിയിൽ വിടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ മാതാപിതാക്കളോടൊപ്പമല്ല അവർ ഒരു സഹതാപവും അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.